ജിൽസി ചരിത്ര ഭൂരിപക്ഷമെന്നാണ് പിന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ആര്യ ഷൗക്കത്ത് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഭൂരിപക്ഷങ്ങൾ പറഞ്ഞു. രമേശ് ചെന്നിത്തല 25,000 ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. കൊട്ടിക്കലാശത്തിന്റെ തലേദിവസം UDF നേതാക്കളെല്ലാം തന്നെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ 15,000-ൽ കുറയാത്തൊരു ഭൂരിപക്ഷം എന്ന് ആദ്യം പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ കണക്കുകൾ പറഞ്ഞു. ഈ 15,000-ൽ തന്നെയാണ് ഏറ്റവും അവസ്ഥ നിന്നത്. പിന്നീട് ഇന്നലെ വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പ് സാമാന്യം നല്ല ഭേദപ്പെട്ട വോട്ടെടുപ്പ്. ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ 5-6% കുറയുന്നിടത്തുനിന്ന് മാറി 2% മാത്രം വ്യത്യാസം വന്നതോടുകൂടി തന്നെ വലിയ ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന വഴിക്കടവ്, മൂത്തേടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ സാമാന്യം നല്ല പോളിംഗ് നടത്താനും കഴിഞ്ഞു. പോളിംഗ് നടത്തി, അതുകൊണ്ട് വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ പ്രാഥമികമായ കണക്കാണ് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും വന്നത്. ഇന്ന് കുറച്ചുകൂടി വ്യക്തതയുള്ള കണക്ക് വരുമെന്ന് പറയുന്നുള്ളൂ. എന്നാൽ പോലും പ്രാഥമിക കണക്കിൽ തന്നെ 12,000-ൽ കുറയാത്ത ഭൂരിപക്ഷം, 12,000-നും 20,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു പ്രാഥമിക കണക്കാണ് എത്തിയിരിക്കുന്നത്. അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കരുതുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് വഴിക്കടവാണ്. വഴിക്കടവ് നിലവിൽ UDF ഭരണമുള്ളതാണ്. അതേസമയം കഴിഞ്ഞ തവണ PV അൻവർ 35 വോട്ടിന് മുന്നേറിയ സ്ഥലമാണ്. PV അൻവർ ഫാക്ടറി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്തും വഴിക്കടവാണ്. വഴിക്കടവിന്റെ പ്രത്യേകത, വഴിക്കടവാണ് ആദ്യം എണ്ണി തുടങ്ങുന്ന പഞ്ചായത്ത്. ആദ്യത്തെ 2 റൗണ്ട് എണ്ണി തീരുമ്പോൾ വഴിക്കടവ് പഞ്ചായത്ത് തീരും. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു തരമായി. കാരണം UDF ഇപ്പോൾ അവിടെ പ്രതീക്ഷിക്കുന്നത് 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് വഴിക്കടവാണ്. അതേസമയം PV അൻവറിന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ സാധ്യതയുള്ളതായി അവർ പറയുന്ന സ്ഥലവും അത്. അതുകൊണ്ട് വഴിക്കടവ് എണ്ണിത്തീരുമ്പോൾ ആരുടെ അവകാശവാദമാണ് വിജയിക്കുക എന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അതായത് UDF-നെ സംബന്ധിച്ചോളം 3000 വോട്ടിന്റെ ഭൂരിപക്ഷം വഴിക്കടവിൽ പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം മൂത്തേടമാണ്. മൂത്തേടത്തിന്റെ പ്രത്യേകത, കഴിഞ്ഞവിടെ UDF തോൽക്കുമ്പോൾ പോലും 1800-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്താണ് മൂത്തേടം. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ 2500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പിന്നുള്ളത് എടക്കരയാണ്. എടക്കര 1000 വോട്ടാണ് അവർ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയും പിന്നെ ചെറിയ ഭൂരിപക്ഷം നൽകിയ സ്ഥലമാണ്. പിന്നെയുള്ളത് പോത്തുകലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് M സ്വരാജിന്റെ നാടാണ്. LDF ഭരിക്കുന്ന പ്രദേശമാണ്. LDF-ന് സാമാന്യം നല്ല കരുത്തുള്ള സ്ഥലമാണ്. അവിടെ 1500 വോട്ടിന്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു. ചുങ്കത്തറ UDF-ന് എപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ 1000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അമരമ്പലം ഇപ്പോൾ LDF-ന് കഴിഞ്ഞ 1500-ഓളം ഭൂരിപക്ഷം നൽകിയ ഒരു സ്ഥലമാണ്. അവിടെ 500 വോട്ടിന്റെ ഒരു മേൽക്കൈ ഇപ്പോൾ പ്രതീക്ഷിക്കുകയാണ്. കരുളായിയാണ് ഇവർക്ക് ഒരുപക്ഷെ തന്നെ അവർ പറയുന്നത് പിന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കരുളായാണ്. അവിടെ 500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ അവർ കണക്കാക്കുന്നത്. മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ LDF-നായിരുന്നു. 1500-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. LDF ഭരിക്കുന്ന സ്ഥലം കൂടിയാണ്. അതേസമയം അവിടെ 2000 വോട്ടിന് മേൽക്കൈ നേടും. കാരണം PV അൻവർ ഫാക്ടറി വളരെ കുറച്ച വർക്ക് ചെയ്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 2000 വോട്ടിന്റെ ഭൂരിപക്ഷം. അങ്ങനെ 12,000-ഓളം വോട്ട് കുറഞ്ഞത് കൂടിയാൽ 20,000-ഓളം വോട്ട് എന്നൊരു ഭൂരിപക്ഷത്തിലേക്ക് ഏകദേശം പ്രാഥമിക കണക്കുകൾ ബൂത്ത് തലങ്ങളിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കുറച്ചുകൂടി വ്യക്തതയുള്ള കണക്ക്, ഒരു ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ കൂടി വരുമ്പോൾ കുറെ കൂടി വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. അൻവർ ഫാക്ടറിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ അൻവർ ഫാക്ടർ ലീഗിലെയും കോൺഗ്രസിലെയും അൻവറിന് അനുകൂല വോട്ടുകൾ അൻവറിലൂടെ LDF-ലെത്തിയ വോട്ടുകളാണ്. അത് അൻവർ പിടിച്ചു മാറ്റുമ്പോൾ അവിടെ LDF-ന്റെ വോട്ടുകൾക്കാണ് കുറവ് വരുത്തുക. അതിൽ തന്നെ പൂർണ്ണമായും കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ടുകൾ അൻവറിന് ഇപ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അത് UDF-ന് പ്ലസ്സായി മാറും. അങ്ങനെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്ത് തിരിച്ചുള്ള പ്രാഥമിക കണക്കെടുപ്പ് അവർ നടത്തി കഴിഞ്ഞു. വ്യക്തതയുള്ള കുറച്ചുകൂടെ കണക്കെടുപ്പ് ഒരുപക്ഷെ ഉച്ചയോടുകൂടി നമുക്ക് ലഭിക്കുകയും ചെയ്യും.